ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ലാൽ സലാം. കപ്പൽഡി 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 കപ്പൽഡി. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയുടെ തലസ്ഥാന നഗരമായ ഹവാനയിലെ ഒരു പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യെസ്, ഇവിടെ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള സെൻട്രൽ ഹവാന ഭാഗത്തെ ഒരു വാക്കിംഗ് ടൂറാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഉൾഭാഗം നോക്ക്, കിട്ടുക്കാച്ചി പള്ളി, അടിപൊളി. ആ ആൾത്താരെയൊക്കെ നോക്ക്, യേശുക്രിസ്തുവിൻ്റെ രൂപവും മറ്റൊക്കെ ആയിട്ട്. ദിസ് ഇസ് അമേസിങ്. എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇവിടുത്തെ പള്ളികളൊക്കെ കാണാനായിട്ട്. നമ്മൾ UK-ലും യൂറോപ്പിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കാണുന്ന പോലത്തെ തന്നെ പള്ളികളാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് സ്പെയിനിൻ്റെ കോളനി ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാനിഷ് ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറേ ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളി. ഇതിൻ്റെ പുറത്ത് ഭയങ്കര റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് പകർത്താൻ പറ്റില്ല. പക്ഷെ അകത്ത് അടിപൊളി. പള്ളിയുടെ മുമ്പിലൊരു കടയുണ്ട്. അപ്പോൾ ഇവിടെ ബൈബിള്, അതേപോലെ തന്നെ പല ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളും പിന്നെ പുണ്യാളൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയൊക്കെ രൂപങ്ങളുള്ള കീ ചെയിനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഹായ്, ഐ ആം ഫ്രം ഇന്ത്യ. പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്ലിനിക്കാണ്. ഒരു ആശുപത്രി, ഒരു ചെറിയ ആശുപത്രി എന്ന് പറയാം, ഒരു ക്ലിനിക്ക്. ആ ക്ലിനിക്കാണ് ഈ കാണുന്നത്. ഇവിടെ സംഭവങ്ങളെല്ലാം ഇവിടുത്തെ സിറ്റിസൺസിന് ഫ്രീ ആണ്. മാരിയോ ആണ് നമ്മൾ നിന്നെ കൊണ്ടുപോകുന്നത്. ഹായ് മാരിയോ. ഐം ഗുഡ്. സോ മാരിയോയുടെ കൂടെ ഞങ്ങൾ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് ഇന്നത്തെ സിറ്റി ടൂർ നടത്തുന്നത്. സൈക്കിൾ റിക്ഷകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാം, ഇതേപോലത്തെ വണ്ടികൾ. ഇവിടുത്തെ സാധാരണ ആളുകൾ സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികൾ. പിന്നെ ഇതുപോലെയുള്ള വെസ്റ്റിബ്യൂൾ ബസ്സുകൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. നിരത്തുകളിലെ ചപ്പുകൾ പെറുക്കുന്ന ഒരു ചേട്ടനാണ് പുള്ളി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടന്ന് താഴെ കിടക്കുന്ന വേസ്റ്റും സംഭവങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്നു. പഴയ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നോക്കി. ഇവിടെ മൊബൈലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ സംഭവങ്ങളൊക്കെ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനൊക്കെ പാടായിരിക്കും. പഴയ പൊട്ടിയ മൊബൈൽ ഫോണുകളൊക്കെ ചെറിയ പൈസയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. മൊബൈലിൻ്റെ ബാറ്ററിയും സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ചേട്ടനും കൂടിയാണത്. പഴയ ചെരുപ്പുകൾ വിൽക്കാൻ വെച്ചേക്കുന്നത്, ചെരുപ്പ് കുത്തിയാണ് വിളി. ഓരോ ആൾക്കാർ അവരുടെ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഓരോന്നൊക്കെ. ഇതൊരു വീടാണ്. ഇങ്ങനെയുള്ള പല വീടുകളുടെയും മുമ്പിൽ വീടിൻ്റെ ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ ഒരു പാസീവ് ഇൻകത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്. ഹായ്. യെസ്, അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയായിരിക്കണം പാവം. കസാഡേ വൈനോസ്, ഒരു വൈൻ ഷോപ്പാണ്. എൻ്റെ പോലെ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാട്ടോ അതൊക്കെ. ഭയങ്കര കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇതല്ല ഇവിടുത്തെ. ഇത് പഴയ കൊളോണിയൽ ബിൽഡിങ്ങും ഇത് പുതിയ കൊളോണിയൽ ബിൽഡിങ്ങും, അതാണ് വ്യത്യാസം. കണ്ടില്ലേ, ടൊയോട്ടയുടെ വണ്ടി. ഏതാ ടൊയോട്ടയുടെ വണ്ടി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയാവുന്ന കമന്റ് ചെയ്യണേ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു പോണ്. ഹായ് 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 ഹായ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. എനിക്ക് അതാ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടൊരു വലിയ കാര്യം. എല്ലാവരും ഫ്രണ്ട്ലിയാണ്, കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും. ഇവിടുത്തെ ഒരു LKG സ്കൂളാണ്. LKG സ്കൂൾ. അതെ, പിള്ളേരെ പാരൻസ് ഒക്കെ വന്ന് പിള്ളേരെ വിളിച്ചോണ്ട് പോകുന്നതാണോ. പ്രൈമറി സ്കൂൾ അടിപൊളിയെ. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ കുട്ടികൾ സൗജന്യമായിട്ട് പഠിക്കുന്ന വിദ്യാലയമാണ്. ഇവിടെ എല്ലാ സൗജന്യമായിട്ട് പഠിക്കുന്ന വിദ്യാലയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്തോണിയോ മെസ്സേജോ ഗർജലസ് മുനിസിപ്പിയോഡി എഡ്യൂക്കേഷൻ. അത് പ്രൊണൗൺസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പാരൻസ് ഒക്കെ വന്ന് കുട്ടികളെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ. സ്കൂളിനകത്ത് വരെ ഇവിടുത്തെ നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടുത്തെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. ചെറിയ ചെറിയ കടമുറികളുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഏരിയ. ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട്. ആൾക്കാർ പാട്ടൊക്കെ വെച്ച് ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. ഹൗ ആർ യു? ഇന്ത്യ. ഇന്ന് നമ്മൾ പക്ക ലോക്കൽ സിറ്റി ലൈഫാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ കടകളാണ്. കണ്ടില്ലേ, ഒരു കടയിൽ തന്നെ ഒത്തിരി ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്തോരോ ആൾക്കാരെ നിൽക്കുന്നത്. ഇതെന്താ, എന്തൊക്കെയാണ്. ഇതിനിടയ്ക്ക് തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. ബാർബർ ഷോപ്പ് ഇഷ്ടം പോലെ ഞാൻ കണ്ടു. ഇഷ്ടംപോലെ ബാർബർ ഷോപ്പ്, കഫറ്റീരിയ, ചെറിയ കഫേസ്. നല്ല അലയും ബഹളമാണ്.
ഇത് ബ്രെഡ് വിൽക്കുന്ന കട. ഇത് ആൾക്കാർ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടോ പൈസ കൊടുത്തിട്ട്. ഇതെന്താ സംഭവം? ഇങ്ങനെ നോക്കി നോക്കി നമുക്ക് പോകുമ്പോഴത്തേക്കിന് കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ കടമുറികളാണ്. ഇവരെല്ലാവരും ക്യൂ നിൽക്കാൻ വിടുക്കരാട്ടോ. നന്നായിട്ട് ക്യൂ നിന്ന് ഇത് ക്യൂ നിൽക്കുകയാണ് കണ്ടോ. അവിടെ ആ കടയിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവരൊക്കെ കണ്ടോ. നന്നായിട്ട് ക്യൂ നിന്ന് അടുക്കും അച്ചടക്കത്തോടെ അവർക്ക് എല്ലാ കാര്യത്തിനും ക്യൂ നിൽക്കാൻ അറിയാം. ബിക്കോസ് ദേ ആർ യൂസ് ടു ഇറ്റ്. അവർ ക്യൂ നിൽക്കാൻ പല കാര്യങ്ങൾക്കും അവർ യൂസ്ഡ് ആണ്. ഇതൊരു ഐസ്ക്രീം ഷോപ്പാണ് കണ്ടോ. അകത്തുനിന്ന് ഐസ്ക്രീം ഉണ്ടാക്കി പുറത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. അടിപൊളി. റോഡിന്റെ നടുക്ക് നിന്നൊക്കെ കൈ കാണിച്ചാണ് വണ്ടിക്ക് ആൾക്കാർ ലിഫ്റ്റ് അടിക്കുന്നത്. ഇവിടെ ഇതുപോലെയുള്ള കുറേ ഡ്രാമ തിയേറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇതിന്റെ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഡ്രാമ തിയേറ്റേഴ്സ്. പ്രൈവറ്റ് ഡാൻസിങ് കൊറിയോഗ്രാഫി പഠിപ്പിക്കുന്നതും ട്രെയിനിങ് ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലമാണത്. എന്നിട്ട് അവരവിടുന്ന് ഗ്രൂപ്പായിട്ട് എല്ലാവരും പഠിച്ച് അവർ പല ഷോകളും TV ഷോകളും അങ്ങനെ പല സംഭവങ്ങളൊക്കെ നടത്താനായിട്ട് പോകും. ഇവിടുത്തെ ക്യൂബൻ ടെലിവിഷനകത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഇന്ത്യൻ സിനിമ കാണിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പറയും ഞങ്ങൾ TV സിനിമ കാണാറുണ്ട്, ഇന്ത്യൻ സിനിമ കാണിക്കുമെന്ന്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ള പബ്ലിക് ടെലിഫോൺസ് വെച്ചിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ് കേട്ടോ, കോയിനിട്ട് ഉപയോഗിക്കുന്ന സാധനം. നമ്മളിപ്പോൾ സെൻട്രൽ ഹവാനയിൽ നിന്ന് നടന്ന് ഓൾഡ് ഹവാന ഭാഗത്തെത്തി. ഓൾഡ് ഹവാനയിൽ നല്ല അടിപൊളി കെട്ടിടങ്ങളുണ്ട്, നല്ല കിട്ടുകാച്ചി സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ എംബാർഗോയും അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ ലഭ്യതക്കുറവൊക്കെ കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ വീക്കാണ് ഇവിടെ. ഇപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, നോക്ക് ആൾക്കാർ ആ കാണുന്ന ബസ്സിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നത് കണ്ടോ. നോക്ക് എൻ്റെ പൊന്നെ, നോക്ക് എന്താ അല്ലേ, എത്ര ക്ഷമയോടെയാണ് അവർ ക്യൂ നിൽക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ പണ്ട് മജസ്റ്റിക്കിൽ നിന്ന് മാർത്തള്ളിക്ക് പോകാനായിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി അടി കൂടി അവിടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ക്യൂബൻ ജനത എവിടെ പോയാലും നമുക്ക് ക്യൂ നിന്ന് ബസ്സിൽ കയറുന്ന കാണാം. നമ്മൾ സെഷൽസിൽ കണ്ടു, പല രാജ്യങ്ങളിലും കാണാം. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് നമുക്ക് ഇതുവരെ ക്യൂ നിൽക്കാനുള്ള, ബസ്സിൽ കയറുമ്പോൾ ക്യൂ നിൽക്കാനുള്ള ഒരു കൾച്ചർ നമ്മളിതുവരെ പഠിക്കാത്തത്. ഇതുപോലുള്ള സംഭവങ്ങൾ ബേസിക്കായിട്ട് സ്കൂൾ തലങ്ങൾ മുതൽ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇതിപ്പം സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുന്നൊരു ബസ്സാണ്. അപ്പോൾ ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറിന് ശേഷമേ അടുത്ത ബസ് വരുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ആൾക്കാർ ക്ഷമയോടുകൂടി നിന്ന് കാണും. അപ്പോൾ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ച് ശോകമാണ്, പ്രത്യേകിച്ച് സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് മാത്രമല്ല കൺട്രി സൈഡ് മറ്റ് സിറ്റികളിലേക്കൊക്കെ പോകണമെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് കാശുള്ളവർ ഇവിടെ കുറേ വിൻറ്റേജ് കാറുകൾ ഇവിടെ കിടക്കുന്നതാണ്. ആ ഭാഗത്ത് കണ്ടോ, ആ വിൻറ്റേജ് കാറുകളൊക്കെ സാധാരണ ആളുകൾക്ക് ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടി കിടക്കുന്ന ഒരു ടാക്സി സ്റ്റാൻഡാണത്. അത് ലീഗൽ ടാക്സി ആയിരിക്കത്തില്ല, ഇങ്ങനത്തെ ടാക്സികളായിരിക്കും. അപ്പോൾ കുറച്ച് പൈസയുള്ള ആൾക്കാർ അങ്ങനെയുള്ള വിൻറ്റേജ് കാറുകൾ തേടിയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ ഗ്രൂപ്പായിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ സോളോ ട്രിപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൺ, പക്ഷേ കുറച്ച് ചലഞ്ചിങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഹിച്ച് ചെയ്ത് കാശൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഫൺ. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇത് പണ്ടൊരു ഹോട്ടലായിരുന്നു, നെയോക്ക് ഹോട്ടൽ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ഒരു ഓഫീസാണെന്ന് മനസ്സിലായി. ചൂബ വിൽക്കുന്ന ആള്, മുട്ടായിക്ക് ചൂബ എന്നാണെന്ന് ഇവിടെ പറയുന്നത്. ചൂബ ഷെയർ ടാക്സിയാണ്. ഇതെന്താ പാട്ട് വെച്ചേക്കും അല്ലേ, ഒരു കടയാണ്. ഇത് ഇവിടുത്തെ ഒരു ചൈന ടൗൺ ഏരിയ ആണ് ഈ കാണുന്നത്. ഒരു ചൈനീസ് ആർക്കിടെക്ചറിലുള്ള ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ചൈനീസ് റെസ്റ്റോറൻറ്റുകളും പിന്നെ ചൈനീസ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറേ കടകളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ എന്നാലും പേരിന് മാത്രം ഇവിടെ ഒരു ചൈന ടൗൺ ഉണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹായ്, അവക്കാടോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അവക്കാടൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് അവക്കാടോ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഉള്ളി, പിന്നെ പയറുണ്ട്, പിന്നെ മുളക്, പിന്നെ നമ്മുടെ ഏത്തക്ക പോലെ തന്നെ ഇരിക്കുന്നു. നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലേ, അതേപോലെ തന്നെ ഇരിക്കുന്ന സാധനം. ഇവിടെ ശരിക്കും ഈ ക്യൂബയിൽ ഇന്ത്യക്കാർ വരുന്നത് വളരെ കുറവാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് ആകെ ഇവിടെ വന്നിരിക്കുന്ന ഇന്ത്യക്കാരെന്ന് പറയാനായിട്ട് മേ ബി ഒരു 2000-2500 പേരുണ്ടാവുള്ളൂ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. അതിലും കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂബൻ എന്താ പറയുക ടൂറിസം ആളുകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ക്യൂബയെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര രസമായിരുന്നു ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച സംഭവങ്ങൾ, എക്സ്പീരിയൻസ് എല്ലാം. ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ ടൂറിസം കുറേ ആൾക്കാരായിട്ടൊക്കെ എന്താ പറയുക അവരുടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടായിരുന്നു. ലൈക്ക് അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു, ലൈക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നും ഇവിടുത്തെ മിനിസ്റ്റേഴ്സോ അങ്ങനെ ആരാണ്ടൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നുണ്ട്.
ലൈക്ക് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഫാം ട്രിപ്പ്. പക്ഷേ ഇവിടെ ഇന്ത്യക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, കാനഡയിലുള്ള ഇന്ത്യക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ US-ലും കാനഡയിലും യൂറോപ്പിലും പിന്നെ ഈ കരീബിയൻ കൺട്രീസിൽ പല സ്ഥലങ്ങളിലും, പിന്നെ അർജൻറ്റീന, ബ്രസീൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഇന്ത്യക്കാർ ഇഷ്ടംപോലെ ക്യൂബയിലേക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യൂബയിലെ പാർലമെൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡൽഹി പോയിട്ട് നമ്മൾ പാർലമെൻറ്റ് കാണത്തില്ല, അതേപോലെ തന്നെ ക്യൂബയുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് അധികം ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ. സംഭവം കൊള്ളാമല്ലേ, രസമുണ്ടല്ലേ കാണാൻ, സൂപ്പറല്ലേ. നമ്മൾ വാഷിങ്ടൺ DC കാണുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് ആണെന്നാണ് നമ്മുടെ മാരി നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ മേളിൽ ഒരു ഗോപുരം കണ്ടോ, അത് ഗോൾഡാണ് ഗൈസ്, ദാറ്റ് ഈസ് ഗോൾഡ്. അത് സ്വർണ്ണമാണ്. നോക്കി 16th സെഞ്ച്വറിയിൽ എങ്ങാണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണിത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്യൂബയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു കെട്ടിടം എന്ന് പറയാനായിട്ട് ഇത് തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? പറ്റുമോ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അതിൻ്റെ അടുത്ത് പോയിട്ടില്ല. ഇത്രയും അടുത്താണ് നമ്മൾ ആ കെട്ടിടത്തിൻ്റെ. എനിക്ക് വിഷു ആ കോമ്പൗണ്ടിലാണ് നമ്മൾ നടക്കുന്നത്. ശരി പൊന്നു. ക്യാപിറ്റോളിയോ എന്നാണ് ഇതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റോളിയോ ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ്. നമ്മൾ വിധാൻസൗധയൊക്കെ നമ്മൾ പോയി കാണത്തില്ലേ, പക്ഷേ വിധാൻസ ആ ഒരു വലിപ്പം പോലും ഇല്ല കേട്ടോ, ചെറുതാണ് സംഭവം. പക്ഷേ എന്താ പറയുക, ഇത് മതിയല്ലോ, ചെറിയ രാജ്യമല്ലേ, അപ്പോൾ ചെറുത് മതിയല്ലോ. ബട്ട് സംഭവം ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഒരു ഗേറ്റോ മതിലോ മറ്റേ മുള്ളുവേലിയോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. എല്ലായിടത്തും സെക്യൂരിറ്റിമാരുണ്ട്, പോലീസുകാരുണ്ട്, അതല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ മുമ്പ് ഇന്നപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊഴിയവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ, ലാൽ സലാം. ഞാൻ പാടിയ കറക്റ്റാണോ എനിക്കറിയത്തില്ല, എനിക്ക് ലിറിക്സ് അത്ര പക്കയല്ല, എന്നാലും ഞാൻ പാടിയ കറക്റ്റാണോ ഗൈസ്? വിൻറ്റേജ് കാറുകളും ഓട്ടോറിക്ഷകളും ഒക്കെ നമ്മളെ ടൂറിസ്റ്റുകളെ കാത്ത് കിടക്കുകയാണ്. ഒപ്പം നമ്മുടെ ഹവാന ബസ് ടൂറിൻ്റെ ബസ്സും ഉണ്ട്. ഹവാന കേട്ടോ, ഹവാന ബസ് ടൂറിൻ്റെ ബസ്സുകളും ഉണ്ട്. ചുറ്റിനും നമുക്ക് പല സ്ഥലത്തും ഇനിയിപ്പോൾ ഹോട്ടലുകളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയാണ് ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് എല്ലാം. പിന്നെ കുറേ ഗവൺമെൻറ് ബിൽഡിങ്ങുകളും. നമ്മുടെ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള സെൻട്രൽ പാർക്കിൽ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഹൊസെ മാർട്ടിയുടെ സ്റ്റാച്ചു ആണ്. ഹൊസെ മാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നാഷണൽ പോയറ്റാണ്, പ്ലസ് ഒരു റെവല്യൂഷണിസ്റ്റ് ആണ്. അതായത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമായ വ്യക്തിയാണ് ഈ ഹൊസെ മാർട്ടി എന്ന് പറയുന്നത്. ഇദ്ദേഹം കാരണമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്പെയിൻ്റെ കയ്യിൽ നിന്നും. ഒരു റെവല്യൂഷണിസ്റ്റ് ആണ്. ഹിസ് എ ഗ്രേറ്റ് പേഴ്സൺ. നമ്മുടെ മഹാത്മാഗാന്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കുറേ ആൾക്കാരില്ലേ മഹാത്മാഗാന്ധിയെ പോലെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു വ്യക്തിയാണ് ഹൊസെ മാർട്ടി. ഇത് ഇവിടുത്തെ ഒരു വലിയ ഫേമസ് ഹോട്ടലാണ്, ഗ്രാൻഡ് ഹോട്ടൽ ഹവാന കെംപിൻസ്കി ഹോട്ടൽ. ഇതിൻ്റെ മേളിലൊരു പൂളുണ്ട്, ആ കാണുന്ന ഒരു ഇൻഫിനിറ്റി പൂള് പോലെ ഒരു പൂള്, പിന്നെ അവിടെ ഒരു പൂൾ ബാർ, പിന്നെ താഴെ ഇഷ്ടം പോലെ വിൻറ്റേജ് കാറുകളൊക്കെ കിടക്കുന്ന കാണാം. ആ പൂളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർലമെൻറ്റ് ബിൽഡിങ് കാണാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ കയറുന്നില്ല, ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് നടക്കുകയല്ലേ. നമുക്ക് നാളെ വിൻറ്റേജ് കാർ റൈഡിന് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കയറി ആ പൂൾ ബാറിൽ നിന്ന് ഒരു മൊയ്ത്തോ കുടിക്കാം. Kapaldi, what is that? Couple. I think it's the same thing which we get in. Okay. How much is it? 50. 50 per day. Okay. Yes. I'll take one. Okay. Thank you, brother. Yeah. I don't know what is there inside. I'm just. I thought it's like we used to buy, you know, like is that the one Kapaldi? I don't know. Let me see what is there inside. Even without knowing, I bought this. Oh, it's the same thing. Kapaldi. Yeah, it's for everyone. Yeah. I guess it no. Kapaldi കച്ചവടക്കാർ എല്ലായിടത്തും സെയിം ആട്ടോ, സെയിം തിങ്. കപ്പലണ്ടി എല്ലാവർക്കും കൊടുത്തു. ഡിഷുണ്ട് കപ്പലണ്ടി. ഇത് കണ്ടോ, NL ഫ്ലോറിഡിറ്റ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ബാറാണ്. ഇത് ഗവൺമെന്റിന്റെ ബാറാണ്. ഇവിടുത്തെ ബാറും റെസ്റ്റോറൻറ്റും എല്ലാം ഗവൺമെന്റിന്റെയാണ്, പ്രൈവറ്റിന്റെ വളരെ കുറവാണ്. ഇവിടെ എല്ലാം ഗവൺമെന്റ് ആണ് നടത്തുന്നത്. എന്താ ആലോചിച്ച് ചോദിക്കുക, നമ്മുടെ നാട്ടിലും ബാറും സംഭവങ്ങളൊക്കെ ഫുള്ള് ഗവൺമെന്റ് ആണ് നടത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് ചോദിക്കുക. നമ്മളവിടെ പോയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മളവിടെ പോയിട്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ വിവാദമാണ്, ഞാനൊന്നും പറയുന്നില്ല. അല്ല അതാ സംഭവം. ഇവിടെ ഗവൺമെൻറ് ആണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫീസിൽ പോയാൽ എങ്ങനെയാണോ ഗവൺമെൻറ് ജീവനക്കാർ, അതേപോലെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെ ആൾക്കാർ. സർവീസൊക്കെ ഭയങ്കര മോശമാണെന്നാണ് ഇവിടുത്തെ വന്നിട്ടുള്ള യൂട്യൂബേഴ്സും ബാക്കിയുള്ള ആൾക്കാരും റിവ്യൂസും എല്ലായിടത്തും വായിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴെങ്കിലും പോകണം ഞാൻ പറയാം. അങ്ങനെ ഇഷ്ടംപോലെ കാഡിലാക്കും പിന്നെ റിനോൾഡ്, അത് പുതിയ വണ്ടിയാണ്. അങ്ങനെ കുറേ വണ്ടികളൊക്കെ അവിടെയൊക്കെ കാണാം.
അപ്പോൾ ഇവിടെ എല്ലാം സ്റ്റേറ്റ് ഓൺഡാണ്. ഇതും ഒരു സർക്കാർ ബാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇടുങ്ങിയ സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. എല്ലാവരും നോക്കി നടന്നില്ലെങ്കിൽ വഴി തെറ്റും എന്ന് നമ്മുടെ മാരിയ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾഡ് ടൗണിലെ ബൊലിവാർഡ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബൊലിവാർഡ് ഏരിയയിലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. നമുക്കിവിടെ കുറേ കാഴ്ചകൾ കാണാം. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. താഴെയൊക്കെ കടകളും മുകളിലൊക്കെ വീടുകളും പിന്നെ ഓഫീസുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ കുറച്ച് വൃത്തിയുള്ള ബിൽഡിങ്ങുകളാണ് മിക്കതും. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ടീസോ ഗ്രാമഫോൺ കാസറ്റുകളും പഴയ സീഡികളും വിൽക്കുന്നൊരു ചേട്ടൻ. ഇതൊക്കെ വീടുകളാണ്. ആ വീടുകളുടെ മുമ്പിൽ അവർ സുവനീറുകൾ വെക്കാൻ വെച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്ട്രീറ്റും നല്ല വൈബാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. പിന്നെ ഇവിടെ നമുക്ക് ATM കൗണ്ടർ കാണാം. ഇവിടെ വന്നിട്ട് ആരും ATM ന്ന് പൈസ എടുക്കാൻ നിൽക്കേണ്ട. ഇവിടെ ഡോളർ കൊണ്ടെന്നോ യൂറോ കൊണ്ടെന്നോ മാറ്റിയാൽ മതി. ATM ന്ന് പൈസ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണിയേ കിട്ടുള്ളൂ. പിന്നെ US ബാങ്ക് കാർഡുകളും സംഭവങ്ങളൊന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം നിങ്ങൾ വരുന്ന ആൾക്കാരൊക്കെ. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഡോളർ മാറണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കിട്ടുമെന്ന് പറഞ്ഞു. $100 22,000 പെസോ തരാമെന്ന് പറഞ്ഞു. എനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ 11,000 രൂപ. അപ്പോൾ ഞാൻ മാഴിയോനോട് ചോദിച്ചു, ഇവിടെ നമുക്ക് ഫേക്ക് നോട്ട് വന്ന് പറ്റിക്കുമോ എന്ന്. മാഴിയോ പറഞ്ഞോട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, പേടിക്കണമെന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഇങ്ങനെയാണ്, ബ്ലാക്ക് മാർക്കറ്റിൽ പൈസ കൂടുതൽ കിട്ടും, എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെയാണ്. ആൾക്കാർക്ക് ഡോളർ വേണം, ആൾക്കാർക്ക് പൈസ വേണം, അതിനുവേണ്ടി അവർ ദേ ആർ വില്ലിങ് ടു ഡു ഇറ്റ്. ഇത് കണ്ടോ വില എഴുതി വെച്ചേക്കുന്നേ, 120 പെസോ അവക്കാഡോയുടെ വില. അതായത് $1 പോലും ഇല്ല. അതായത് 80 രൂപ പോലും വരുന്നില്ല എന്നർത്ഥം. നമ്മളവിടെ അവക്കാഡോ 1 കിലോ കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇവിടെ അവക്കാഡോ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു രക്ഷയില്ല. സിറ്റി ഭയങ്കര വൈബാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ആദ്യം വന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് ക്യൂബ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര പുച്ഛമാണ് ചില ആൾക്കാർക്ക്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്യൂബ ഭയങ്കര ഇഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആളുകൾക്ക് ക്യൂബ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ്. എല്ലാ രാജ്യത്തിനും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ട് ഭായി. അല്ലാതെ ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ എംബാർഗോയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ആരുടെ മുമ്പിൽ തല ഉനിക്കാതെ പിടിച്ചു നിൽക്കുന്നില്ല ഇത്രയൊക്കെ ചെയ്തുകൊണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ഞാനും കുറേ നെഗറ്റീവൊക്കെ പറഞ്ഞാണ് ആദ്യം വന്നപ്പം. പക്ഷേ നമ്മളിങ്ങനെ ആളുകളോട് ഇടപഴകി കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ മാറും. ഇതുപോലെ ഞാൻ ഒരു രാജ്യത്ത് പോയിട്ട് ഒരു രാജ്യത്തെ കുറ്റം പറയാൻ നിൽക്കത്തില്ല. കാരണം അത് വേണ്ട, എല്ലാ രാജ്യവും വ്യത്യസ്തമാണ്, അല്ലേ? ശരിയല്ലേ? മച്ച് ഗുഡ് കൺട്രി. ലൈക്ക് നോക്ക്, എല്ലായിടത്തും ഉള്ള പോലൊക്കെ തന്നെയാണ് ഇവിടെ. അതല്ലാതെ ഇവർ വേറെ എന്താ പറയുക, ആരും പിടിച്ചു പറിക്കാനും ഓടിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ. കമ്പയർഡ് ടു അതർ കരീബിയൻ കൺട്രീസ് ഇവിടെ ക്രൈം റേറ്റ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ട്രൂ ആസ് വെൽ. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ് ആൻഡ് ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പലതരത്തിലുള്ള ഡ്രിങ്കുകൾ വിൽക്കുന്ന സ്ഥലം. അതായത് അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ റെസ്റ്റോറൻറ്റ്, ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്, ഇവരുടെ കഫറ്റീരിയ സ്ഥലം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ് സെറ്റപ്പുകൾ. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വിലയൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, എല്ലാം ഒരു 150 പെസോ. അതായത് എല്ലാത്തിനും പിന്നെ മിതമായ നിരക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ വൈനുകളും, ചെലവിനല്ലല്ലോ, മറ്റേ ഇവിടുത്തെ മദ്യങ്ങളുണ്ടല്ലോ, ഹവാന ക്ലബ്ബ്, അതൊക്കെ ഇവിടെ കിട്ടും. ഇവിടെയുണ്ട് ഒരു ബാൻഡ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, റെസ്റ്റോറൻ്റ് അല്ല, ഒരു ബിയർ പാർലറാണ്. ഇവിടെയുണ്ട് ബാൻഡുകാർ, പാട്ടുകൾ, സംഭവങ്ങളൊക്കെ. നമ്മുടെയൊക്കെ മദ്യനയം എന്ന് മാറുമല്ലേ? കണ്ടില്ലേ, നോക്ക്, ഇവിടെ പോലും എല്ലായിടത്തും ഏത് രാജ്യത്ത് നമ്മുടെ നാട്ടിലെ പോലെ മാറിയ രീതിയിൽ മദ്യം വിൽക്കുന്നൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. മദ്യം വിൽക്കുന്നതും ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ, അത് കഴിച്ചാലും പ്രശ്നമല്ലാത്തതും പ്രശ്നം. ഇവിടൊക്കെ കണ്ട് പഠിക്കണം ഇല്ലേ? എന്ത് കഷ്ടമല്ലേ. ലോക്കൽ ബേക്കറിയും പിസ്സ ഷോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണിത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ റൂംസ് ഫോർ റെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ ഹോം സ്റ്റേകളൊക്കെ ചെറിയ പൈസയ്ക്ക് റെൻറ്റിന് കിട്ടും. പിന്നെ അതിനിടയ്ക്ക് കുറേ മ്യൂസിയം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പഴയ കൊളോണിയൽ ബിൽഡിങ്ങിൽ കുറേ ചെറിയ എന്താ പറയുക മ്യൂസിയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതും ഒരു ഗവൺമെൻറ് റെസ്റ്റോറൻ്റ് ആണ്. കണ്ടോ, നോക്ക്, ഇവിടെ കുറച്ചും കൂടെ സെറ്റപ്പാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസൊക്കെ പോകുന്നവരില്ലേ, ആ ഒരു സെറ്റപ്പൊക്കെ ഇത് അവിടെ ഉണ്ട്. നടുക്ക് ബാർ കൗണ്ടർ സംഭവങ്ങളൊക്കെ, അവിടെ ബാറുണ്ട്, അവിടെ വരുന്ന ആൾക്കാർ കള്ളു കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിയോ പറയുന്നത്, ആരും വന്ന് പുറത്തുനിന്ന് നിങ്ങളെ വിളിച്ച് ഓഫറും വാഗ്ദാനം തന്ന് വിളിച്ച് കയറ്റില്ല. ക്വാറ്റായിരിക്കും, നിങ്ങൾക്ക് വേണം അകത്ത് പോയി മിതമായ നിരക്കിൽ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സംഭവം. കൊള്ളാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഇതിവിടുത്തെ ഒരു ബാങ്കാണ്, ബാങ്കോ മെട്രോപൊളിറ്റാനോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക്. ഇവിടെ ആൾക്കാർ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. കാരണം ഇവിടുത്തെ ബാങ്കുകളുടെ മുമ്പിൽ വലിയ നീണ്ട ക്യൂ തന്നെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ടോ, പുള്ളി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് അനങ്ങി പാവം കഷ്ടമുണ്ട് അല്ലേ. പുള്ളി അടിപൊളിയാട്ടോ, നോക്കി എത്ര കഷ്ടപ്പെട്ട പുള്ളി ഇരിക്കുന്നതെന്ന് നോക്കിയാൽ. ഇവിടെ പക്ഷേ നെയ്യും El caballero de París, la estatua del caballero de París. We will see now the statue of the Paris gentleman, caballero de Paris. Okay, thank you. ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് പാവം. ആൾക്കാരിങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുക്കും, പുള്ളിയായിട്ട് ഫോട്ടോ എടുക്കും. ഇവിടുത്തെ ഒരു ഫാർമസിയാണ് ഈ കാണുന്നത്, ഫാർമസി. ഇവർ ഭയങ്കര മിടുക്കരാട്ടോ ഈ കാര്യത്തിൽ. അതായത് മരുന്നുകളിലും പിന്നെ മെഡിക്കൽ രംഗത്തൊക്കെ ഇവർ ഭയങ്കര മിടുക്കരാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവർക്ക് കുറേ മെഡിക്കൽ ടൂറിസമൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ തെരുവുകളിൽ നമ്മൾ കണ്ട പോലത്തെ പ്രതിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ആൾക്കാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് വേറൊരു ഹോട്ടലാണ്. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. പിന്നെ പീരങ്കിയുടെ ഗണ്ണുണ്ടല്ലോ, അത് ഇഷ്ടം പോലെ എല്ലായിടത്തും കണ്ണല്ലോ, എന്തേലും പറഞ്ഞ ക്യാനോൺ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. അതാണ് ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് വണ്ടികൾ കയറാതിരിക്കാൻ വേണ്ടി. കണ്ട നമ്മുടെ UK വെയിൽസ് ഇല്ലേ, വെയിൽസിലെ പ്രിൻസ് ഓഫ് വെയിൽസും ഡച്ചസ് ഓഫ് കോൺവോളും ഇവിടെ വന്ന സമയത്ത് അതിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫലകമാണിത്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, ഇത് ഒറിജിനലാണോ? കണ്ട ഒറിജിനൽ, ഇത് ഒറിജിനലാ ആണോ? അയ്യോ അല്ല, ഒറിജിനലല്ല, ഞാൻ വിചാരിച്ചത് ഒറിജിനലാണ്. ഇത് ഒറിജിനലല്ല ഈ ചേട്ടൻ ആണല്ലോ. എനിക്കിപ്പോഴാണ് ഒറിജിനാലിറ്റി ആ ഫേസ്. ഞാൻ ഒറിജിനലാന്ന് കരുതിയോ, പക്ഷെ ഒറിജിനലല്ല കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ, ഇതും ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ് ആണ് ഉണ്ടല്ലേ. പക്ഷേ ഇവിടെ പാട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റുകളിൽ തന്നെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷനിൽ പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇതുകൊള്ളാം, കുറച്ചും കൂടെ ബെറ്ററാണ്, അടിപൊളിയാണ്. ഹായ് ഡൊമിനിക്ക റെസ്റ്റോറൻറ്റ് അടിപൊളിയാണല്ലോ. ക്യൂബയുടെ ചരിത്രത്തിലെ, അതായത് കൊളോണിയൽ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ചിത്രങ്ങൾ വെച്ച് വരച്ചിരിക്കുന്ന ഒരു വലിയൊരു മ്യൂറലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിൻ്റെ താഴെയായിട്ട് എനിക്ക് ഒരു 3 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട് ഈ ഒരു മ്യൂറലിന്. സ്പാനിഷ് കൊളോണിയൽ ടൈമിൽ ഒരു പഴയ കത്തീഡ്രലാണ് ഈ കാണുന്നത്. എത്ര വർഷം പഴക്കമുള്ള അല്ലേ, കൊളംബസൊക്കെ വന്നിട്ടുള്ള പള്ളിയാണെന്നാണ് നമ്മുടെ മാരിയ പറയുന്നത്. ഇവിടുത്തെ ചരിത്രം കുറേ പറയാനുള്ള ഒരു പള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി കാഴ്ചകളൊക്കെ കാണാം. നല്ല മനോഹരമായിട്ട് അവരത് സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ മുമ്പിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്വയർ കാണാൻ സാധിക്കും. നൈസിനോ, അടിപൊളിയല്ലേ, ഇഷ്ടപ്പെട്ടുകൊണ്ട്. അവിടെ 2 വലിയ മണിയൊക്കെ ഉണ്ട് കേട്ടോ. അതേ അവിടെ താഴെ ഇറങ്ങുന്നുണ്ട്, മേളിലും ഉണ്ട്. അടിപൊളി പാട്ടൊക്കെ പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇറക്കുമല്ല, അത് ആരും വന്ന് പിച്ചതുണ്ടെന്ന് കാണുന്നില്ല. ഇവിടെ ചേർന്നുന്ന ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവരൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് തിങ് റൈറ്റ്. ആ കത്തീഡ്രലിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. ഓ ദിസ് ഈസ് ഹ്യൂജ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഭംഗി. എൻ്റെ മുന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ തന്നെ എന്നാലും ഇറ്റ്സ് അമേസിങ്, ബ്രില്യൻറ്റ്. ബ്ലാക്ക് മാർക്കറ്റിൽ പൈസ എക്സ്ചേഞ്ച് ചെയ്യുമ്പം ഫേക്ക് മണി കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. ഫേക്ക് മണി കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ ആരും എക്സ്ചേഞ്ച് ചെയ്യരുത്. ഞാൻ മുമ്പേ പറഞ്ഞത് കറക്ഷനുണ്ട്. പിന്നെ ഇവിടെ ഹവാനയിൽ കുറേ ഫോർട്രസ്സസ് ഉണ്ട്. ഇത് ഒരു ഫോർട്രസ് ആണ്, അതൊരു ഫോർട്രസ് ആണ്. പിന്നെ അവിടെ മലയുടെ മേളിൽ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. കണ്ട, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അകത്ത് കയറി കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയറി കാണാം. ഞങ്ങളിപ്പോൾ ഇത്രയും നടന്നും മടുത്തില്ലേ, ഞങ്ങളെല്ലാവരും മടുത്തു. ഇനിയും നടക്കാനുണ്ട് കുറേ. അയ്യോ, എൻ്റെ ഫോണിൻ്റെ ബാറ്ററിയും തീർന്നു.
surfer. ഇവിടുത്തെ ഒരു ക്രൂസ് ഷിപ്പ് ടെർമിനലാണ്. കാനഡ പോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് ക്രൂസ് ഷിപ്പുകൾ വരാറുണ്ട്. സിറ്റി ടൂറിന് കൊണ്ടുപോകുന്ന ഒരു ബസ്സാണ്. നോക്കിക്കേ, അടിപൊളിയാണേ. വണ്ടി ബസ്സല്ല, ഒരു വണ്ടി. വാവ്, അത് പൊളിച്ച്. ഇവിടെ ഒരു ബോർഡ് കണ്ട് മദർ തെരേസ ഓഫ് കൽക്കട്ട എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കൊള്ളാലോ. ഇവിടെ നമ്മുടെ മദർ തെരേസ ഓഫ് കൽക്കട്ടയുടെ പേരിൽ എന്തോ ഒരു സംഭവമുണ്ട്. നമ്മുടെ ഗൈഡിനും അതിനെപ്പറ്റി വലിയ ധാരണയില്ല അതെന്താന്നുള്ളത്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ അവരിവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എന്തോ വന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്കാരി ക്യൂബയിലും വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ആർക്കെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് ഇവിടുത്തെ ക്രൂസ് ടെർമിനലാണ്. ഇവരിത് പുതുക്കി പണിത് നല്ല അടിപൊളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ ക്രൂസ് വരുന്നതല്ലേ. ഇവർ ഭയങ്കരമായിട്ട് എന്തായാലും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അത് നമുക്കിവിടെ എല്ലായിടത്തും നമുക്ക് കാണാം. എല്ലാവരും ഭയങ്കര നല്ല മനുഷ്യരുമാണ്. ദാറ്റ്സ് നൈസ്, റിയലി ഗുഡ് തിങ്. സോ ഫൈനലി നമ്മൾ ഇന്ന് ആകെ ടയർഡായി. നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും ഞാൻ 2 സാധനങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് കയറിയായിരുന്നു. ഷോപ്പിങ്ങിന് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ റവല്യൂഷൻ സ്ക്വയറിൽ പോയായിരുന്നു. റവല്യൂഷൻ സ്ക്വയർ എന്ന് പറയുന്നത് ക്യൂബയുടെ ചരിത്രത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഐ വാസ് വെരി ടയേർഡ്. ആ റവല്യൂഷൻ സ്ക്വയർ കണ്ട് അതിൻ്റെ മുമ്പിലൊരു ബിൽഡിങ്ങിൽ ചെഗുവേരയുടെ ചിത്രമൊക്കെ നമുക്ക് കാണാം. അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വാട്ട് ഐ ബോട്ട് കണ്ടാ ഞാൻ എന്താ വാങ്ങിയത് കണ്ടോ? നോക്ക്, ഇവിടുത്തെ കാറ്റ്ലാക്കിൻ്റെ കാറ്. ഇറ്റ്സ് ബിഗ്, കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ട് ഇതിൻ്റെ ബൂട്ടൊക്കെ തുറക്കാം, പിന്നെ എൻജിൻ ബോർഡൊക്കെ തുറക്കാം, പിന്നെ ഡോറ് വരെ തുറക്കാം. എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. ദിസ് ഈസ് ഫോർ മൈ ബേബി ഋഷി. അവന് കാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവനിങ്ങനെ ഉരുട്ടി കളിക്കാവുന്ന കാറാണ്. അപ്പോൾ ആ കാറിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഒരു ചെറിയ മിനി കാറ്റലാക്കും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും അവൻ ചീത്തയാക്കും. സോ ഇത് അവന് കൊടുത്തിട്ട് എൻ്റെ അലമാരിക്കകത്ത് വയ്ക്കാനായിട്ട്. പിന്നെ ഇത് ഇവിടുത്തെ ഓട്ടോ ഇല്ലേ, ആ സാധനം. ഇത് 3 കൂടെ $20 അവർ വാങ്ങിച്ചത്. ഇപ്പോൾ ബാർഗെയിൻ ചെയ്യാം. ഇത് 30 അവർ പറഞ്ഞത്. ഇപ്പോൾ ഒന്നും വാങ്ങുന്നില്ല. ഞാനിത് അല്ല ഒരെണ്ണത്തിന് മാത്രം 20 പറഞ്ഞാണ്. അപ്പോൾ അത് 3 കൂടെ അവസാനം അവർ $20 വന്നു. പിന്നെ ഇത് നമുക്ക് ഇന്നലെ പോയ സ്ഥലമില്ലേ, ഇന്നലെ നമ്മൾ പോയ ഹോട്ടലില്ലേ, ഞങ്ങൾ ഇന്നലെ വരാതരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ്. കുബാന ഖാൻ ഹോട്ടൽസ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുപ്പി ഇവിടുത്തെ റമ്മും പിന്നെ ഇത് കണ്ടോ, ഇത് സിഗാർ ബോക്സ് കണ്ടോ, അടിപൊളിയല്ലേ. സുവനീർ ഗിഫ്റ്റാണ് ആക്ച്വലി ഇത്. അതുകൊണ്ട് ഇവിടെ ക്യൂബയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കള്ളും സിഗരറ്റും ഒക്കെയാണ് കിട്ടുന്നത്. 2 സിഗാർസ് ഉണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ, ഇത് സിഗാർ ബോക്സ്. ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ നാട്ടിൽ കൊണ്ടാവുള്ളതാണ്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് ഹിയർ. അപ്പോൾ എൻ്റെ പെട്ടി നിറയാനുള്ള സാധനങ്ങളൊക്കെ ആയി. എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ക്യൂബയിൽ നിന്നുള്ളത്. നാളെ നമുക്ക് വിൻറ്റേജ് കാർ ഡ്രൈവിന് പോകണം. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. വിൻറ്റേജ് കാറിൽ സിറ്റി മൊത്തം ഒന്ന് കറങ്ങണം. വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും